നമസ്കാരം. നമുക്ക് ഇന്ന് 3 സുന്ദരിമാരാണ് അതിഥികളായിട്ടുള്ളത്. ഫാഷൻ മോഡലിംഗ് രംഗത്ത് വ്യത്യസ്തമായ സ്ഥലങ്ങളിലൂടെ സഞ്ചരിക്കുന്ന അടുത്ത ചിലപ്പോൾ നമുക്ക് സിനിമയിലൊക്കെ കാണാൻ കഴിയാവുന്ന മുഖങ്ങളായി മാറുന്ന 3 പേര്. ആ 3 പേരെ നമുക്കൊന്ന് ആദ്യം പരിചയപ്പെട്ടുകൊണ്ട് തുടങ്ങാം. ഒപ്പം നമ്മോടൊപ്പം ഉള്ളത് ടെഡൻസ ഇവന്റ്സ് ആൻഡ് ഫാഷൻ മോഡലിംഗ് രംഗത്തും അതുപോലെ സിനിമ മേഖലയിലുമൊക്കെ സജീവ സാന്നിധ്യമായ ഡയറക്ടർ കൂടിയായ വിഷ്ണു വത്സനുണ്ട്. അപ്പൊ നമുക്ക് ആദ്യം മോഡൽസിനെ അവരുടെ വിശേഷങ്ങളെ നമുക്കൊന്ന് പരിചയപ്പെടാം. ഒന്ന് പ്രേക്ഷകരോട് പറയാനുള്ളത് എന്താണ്? ഹായ്, എന്റെ പേര് അനു, കണ്ണൂരാണ് സ്വദേശം. ഹായ്, ഞാൻ അതിത്രി, തൃശ്ശൂരിൽ നിന്നാണ് വരുന്നത്. ഹായ്, ഞാൻ ജുമാന ജിബിൻ, ഞാൻ വയനാട്ടിൽ നിന്നാണ് വരുന്നത്. ഇപ്പൊ തൃശ്ശൂരായിരുന്നു. ടൈറ്റിൽ വിന്നറായിരുന്നു. അത് കഴിഞ്ഞ് ഇപ്പം റീസെന്റ് കഴിഞ്ഞത് മിസ്സസ് കേരളയുടെ എക്സ്പാനിയുടെ ഷോ ആയിരുന്നു കഴിഞ്ഞത്. അതില് ഇൻജിനിയറിംഗ് ടൈറ്റിലായിരുന്നു. അപ്പൊ 2 ടൈറ്റിൽ ഓൾറെഡി കിട്ടിക്കഴിഞ്ഞു. അത് 2 ഷോ അല്ലേ പങ്കെടുത്തിട്ടുള്ളൂ. 2 ഷോയിലും ടൈറ്റിൽ വിന്നർ ആയിരുന്നു. അപ്പൊ ഈ ജോലി അതുപോലെ തന്നെ മോഡലിംഗ്, അഭിനയം ഇതൊക്കെ എങ്ങനെയാണ് കൊണ്ടുപോകുന്നത്? പ്രേക്ഷകരെ സംബന്ധിച്ചിടത്തോളം ഇതിൽ താല്പര്യമുള്ള ആളുകൾക്ക് അറിയാൻ വലിയൊരു കാര്യം ഉള്ളതായിരിക്കും. എന്റെ പണ്ട് മുതലുള്ള ഒരു ആഗ്രഹമായിരുന്നു മോഡലിംഗ് രംഗത്തേക്ക് വരിക എന്നുള്ളത്. പക്ഷെ ഞാനൊരു ഓർത്തഡോക്സ് കുടുംബമാണ്, അതുകൊണ്ട് തന്നെ അതിലേക്ക് എന്നെ വിട്ടില്ല. ഇപ്പം അതിനുള്ള ചാൻസ് എനിക്ക് കിട്ടി. അങ്ങനെ ഞാൻ ട്രൈ ചെയ്തു. അങ്ങനെ ഫസ്റ്റ് ഞാൻ എന്റത് തൃശ്ശൂരിന്റെ ആയിരുന്നു, അതിൽ ടൈറ്റിൽ വിന്നർ ആയിരുന്നു. ഇപ്പൊ റീസെന്റ് മിസ്സസ് കേരളയുടെ ഇസ്പാനിയുടെ കഴിഞ്ഞു, അതിലും ടൈറ്റിൽ വിന്നർ ആയിരുന്നു. അങ്ങനെ ഇപ്പം ഓപ്പർച്യൂണിറ്റി കിട്ടിയപ്പോ ഞാൻ അതിലേക്ക് പോകുന്നു. എത്ര ടൈറ്റിൽ വിൻ ചെയ്തിട്ടുണ്ട്? ഞാൻ 20+ ടൈറ്റിൽസ് വിൻ ചെയ്തിട്ടുണ്ട്. അതിത്രി ചെറിയ പ്രായത്തിൽ തന്നെ 22ഓളം ടൈറ്റിലുകൾ വിൻ ചെയ്തിരിക്കുകയാണ്. അപ്പൊ നമുക്ക് ചോദിക്കണം, ഏത് പ്രായത്തിലാണ് ഇത് ഫാഷൻ മേഖലയിലേക്ക് എത്തിയത്? എങ്ങനെയാണ് ഈ ഒരു നേട്ടം ഉണ്ടാക്കുന്നതെന്ന് അറിയാൻ എല്ലാവർക്കും താല്പര്യം ഉണ്ടാവും. അപ്പൊ എങ്ങനെയാണ് അതിത്രി ഈ ഒരു നേട്ടത്തിലേക്ക് എത്തിയത്? ഞാൻ 6 വയസ്സ് തൊട്ട് മോഡലിംഗ് ചെയ്തിട്ടുണ്ട്. എനിക്ക് ചെറുപ്പം തൊട്ടേ മോഡലിംഗ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ ഒരു തവണ ചെയ്ത് എനിക്ക് അതിനോട് ഒരു ഇൻട്രസ്റ്റ് തോന്നി. അപ്പൊ എങ്ങനെയൊക്കെയാണ് അതിന്റെ ഒരു ലൈഫ് രാവിലെ തുടങ്ങുന്ന? രാവിലെ അങ്ങനെ ഇതിനു വേണ്ടിയിട്ടുള്ള ഒരു ഡെഡിക്കേഷൻ എങ്ങനെയാണ്? ആ മോഡലായി തീരാൻ വേണ്ടിയിട്ടുള്ള ഭക്ഷണ രീതികൾ, അതുപോലെ യോഗ, ഈ ഒരു അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ? ഞാൻ യൂഷ്വലി യോഗ അങ്ങനെ ചെയ്യാറില്ല. പക്ഷെ ഞാൻ എക്സസൈസ് എന്ന് വെച്ചാൽ ചിലതൊക്കെ ചെയ്യും. പിന്നെ ഡാൻസിങ് ആണ് മോസ്റ്റ്ലി ഞാൻ ചെയ്യണം. എങ്ങനെയാണ് ഈ ഫീൽഡിൽ എത്തിയത്? ഈ ഫീൽഡിലേക്ക് ഞാൻ വന്നത് വിഷ്ണു സാർ വഴി തന്നെയാണ്. കാരണം വിഷ്ണു സാറിന്റെ ഒരു പോസ്റ്റർ കണ്ടിട്ടാണ്, ഇൻസ്റ്റയിൽ കണ്ടിട്ടാണ് ഞാൻ കൂടുതൽ മെസ്സേജ് അയച്ചിട്ടുള്ളത്. എന്റെ 4 ഷോ ഇപ്പൊ തന്നെ ഓൾറെഡി കഴിഞ്ഞു. ഈ അടുത്ത് തുടങ്ങിയതാണെങ്കിലും 4 ഷോ കഴിഞ്ഞു. അതില് അനന്തപുരിയിലാണ് എനിക്ക് ടൈറ്റിൽ വിന്നറായിട്ട് മിസ് കാറ്റഗറിയിൽ കിട്ടിയിട്ടുള്ളത്. മോഡലിംഗ്, ഇപ്പൊ ഒരു മോഡലിംഗ് രംഗത്തേക്ക് വരുമ്പോൾ നമ്മൾ വെറും ഒരു സൗന്ദര്യം മാത്രമല്ലല്ലോ പലപ്പോഴും അതിന്റെ ഒരു വിജയിയുടെ ഒരു മാനദണ്ഡം. അപ്പൊ നമുക്ക് നല്ല അറിവ് വേണം, കാര്യങ്ങളെ കുറിച്ചൊക്കെ നല്ല അവബോധം വേണം. അപ്പൊ എങ്ങനെയാണ് നിങ്ങൾ അത്തരം ഒരു കാര്യങ്ങൾ, ഇപ്പം പത്രവായനയുണ്ടോ, TV ഒക്കെ കാണാറുണ്ടോ? ചിലപ്പോൾ ഈ തിരക്കിട്ട ഷെഡ്യൂളിൽ ഇതൊന്നും പറ്റാറുണ്ടാവില്ല. എങ്ങനെയാണ് നിങ്ങളെ ആ ഒരു അറിവ്, നമ്മുടെ അറിവുണ്ടാക്കിയെടുക്കുന്ന, അല്ലെങ്കിൽ ജനറൽ നോളജ് കീപ്പ് ചെയ്യുന്നത് എങ്ങനെയാണ്? ക്വസ്റ്റ്യൻസ് അമ്മ എനിക്ക് പറഞ്ഞു തരും. ക്വസ്റ്റ്യൻസ് ഏതാണ് കോമൺ ക്വസ്റ്റ്യൻസ്, അതിൻ്റെ ആൻസർ എല്ലാം എനിക്ക് ഒരു ദിവസം എഴുതി തന്ന് അതിരുന്ന് ഞാൻ പഠിക്കും. അങ്ങനെയാണ് ഞാൻ പഠിച്ചിട്ട് ഇതുവരെയായിട്ടും ഇപ്പം ഇങ്ങനെ നിൽക്കുന്നത്. അത് വെച്ച് ഞാൻ എല്ലാ ദിവസവും വാർത്ത കാണും. ഒരു 10 മിനിറ്റെങ്കിലും ഫ്രീ കിട്ടുവാണെങ്കിൽ ആ സമയത്ത് വാർത്ത കാണാൻ പരമാവധി ശ്രമിക്കും. കാരണം നാളെ എന്താണ് ഉള്ളത് എന്ന് നമുക്ക് അറിയണം. കാരണം ഇന്നത്തെ നാളത്തെയും കൂടെ ഇന്ന് പറയുന്നൊരു കാലഘട്ടമാണ് നമ്മളെ ഇടയിലുള്ളത്. പിന്നെ പോരാത്തതിന് ഫ്രണ്ട്സ് കൂടുതൽ ബുക്ക് വായിക്കുന്നവരാണ്. അപ്പൊ ഇവർ ഉറക്കനെ വായിപ്പിക്കും, നമ്മളത് കേട്ടിരിക്കാനാണ് കൂടുതൽ ഇഷ്ടം, കഥ കേൾക്കുന്ന മാതിരി. പിന്നെ ഓരോ ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ പോലും
അതിന് എന്ത് ആൻസർ നമുക്ക് കൊടുക്കണം എന്നുള്ളത് പെട്ടെന്ന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് നമ്മൾ പഠിച്ചെടുക്കുന്നതിനെക്കാട്ടി നമ്മൾ ഉള്ളിൽ നിന്ന് വരുന്ന ആൻസർ ആണ് ഏറ്റവും ബെറ്റർ ആയിട്ടും നമ്മളെ അതിനെ കൂടുതലായിട്ട് പൂർണ്ണമാക്കുകയും ചെയ്യുന്നത്. മോഡലിംഗ് രംഗം ഇപ്പം പഴയ രീതിയിൽ നിന്നൊക്കെ മാറി കൂടുതലായിട്ട് നമുക്കൊരു വരുമാനം കിട്ടുന്ന ഒരു മേഖല കൂടിയായി മാറിയിട്ടുണ്ട്. അപ്പം ഈ മോഡലിംഗ് തിരഞ്ഞെടുക്കുമ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാറുണ്ടോ? ഏതെങ്കിലും വലിയ ബ്രാൻഡിന്റെ ഒക്കെ മോഡലാവുക അങ്ങനെയൊക്കെയുള്ള ഒരു ആഗ്രഹങ്ങളുണ്ടോ? അല്ലെങ്കിൽ വെറും റാമ്പിൽ അല്ലെങ്കിൽ ഫാഷൻ ഷോയിൽ ഒതുങ്ങി നിൽക്കുക, അതിനപ്പുറത്തേക്ക് എന്തെങ്കിലും ചിന്തകളുണ്ടോ? ക്വാളിറ്റി ഉള്ള ഷോസ് ആണ് ഞാൻ സെലക്ട് ചെയ്യുന്നത്. ഇപ്പോൾ ഒത്തിരി ഷോസ് നടക്കുന്നുണ്ടല്ലോ, അതിൽ മിക്കതും ക്യാഷ് ആയിരിക്കും അവർ ഉദ്ദേശിക്കുന്നത്. ഞാൻ നോക്കുന്നത് അതിൻ്റെ ഡയറക്ടർ ആരാണെന്നും ഗ്രൂമറും അതാരാണ് നടത്തുന്നത് എന്നുള്ള ഡീറ്റെയിൽസ് നോക്കിയതിന് ശേഷം മാത്രമാണ് ഞാൻ ചൂസ് ചെയ്യാറുള്ളത്. ഞാൻ 2 എണ്ണമാണ് ചെയ്തിട്ടുള്ളത്. അതിൽ 2ഉം നല്ല ക്വാളിറ്റി ഉള്ളതായിരുന്നു. അതുകൊണ്ട് തന്നെ 2ഉം സക്സസ്ഫുൾ ആയിരുന്നു, 2 ഷോയും. മിസ്സിസ് തൃശ്ശൂരിന് വന്നു, അവിടുത്തെ ഗ്രൂമിങ് സെക്ഷനൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? ഹാപ്പി ആയിരുന്നോ? അവിടുത്തെ ഗ്രൂമിങ് ആണെങ്കിലും അവിടുത്തെ ആളുകളാണെങ്കിലും എല്ലാം A to Z കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തരികയും ചെയ്യും. ഞാൻ മിസ്സിസ് ആയിരുന്നു, ഒന്നും അറിയാണ്ട് വീട്ടിൽ നിന്ന് സാധാരണ കുടുംബിനികളാണ് അവിടെ ഉണ്ടായിരുന്ന കണ്ടസ്റ്റൻസ് എല്ലാം. 2 ദിവസത്തെ ഗ്രൂമിങ് കൊണ്ട് അവർക്ക് വേണ്ടതെല്ലാം, അതായത് പേജന്റിന് വേണ്ടത് എല്ലാ കാര്യങ്ങളും പറഞ്ഞു തന്ന് നമുക്ക് മനസ്സിലാക്കി തരും. സജിനായിരുന്നു ഗ്രൂമർ. നല്ല എഫേർട്ട് എടുത്ത് 2 ദിവസം കൊണ്ട് 100% നമുക്ക് തന്നു. മിസ്സിസ് കേരളയിൽ പങ്കെടുത്തല്ലോ, അപ്പോൾ അവിടെ ചെന്നപ്പോൾ കൂടുതൽ പഠിക്കാൻ പറ്റിയിരുന്നോ? ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടായോ? എനിക്ക് തോന്നുന്നു മിസ്സിസ് തൃശ്ശൂരിൻ്റെ ഗ്രൂമിങ് തന്നെ എല്ലാം ഓക്കെ ആയിരുന്നു. കാരണം അവർ നന്നായിട്ട് പറഞ്ഞു തന്നു. മിസ്സിസ് കേരളയുടെ ഡാലു കൃഷ്ണദാസ് സാറായിരുന്നു. സാറ് പറഞ്ഞു തന്നപ്പോൾ തന്നെ എനിക്ക് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്യേണ്ട കാര്യം വന്നിട്ടുണ്ടായിരുന്നുള്ളൂ. എനിക്കെല്ലാം ഈസി ആയിരുന്നു. കാരണം മിസ്സിസ് തൃശ്ശൂരിൻ്റെ ഗ്രൂമിങ് എല്ലാം നല്ല ഓൾറെഡി ഞാൻ ട്രെയിൻഡ് ആയിരുന്നു. എനിക്ക് ഈ 2 ഷോയിലും ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട സെക്ഷൻ എന്ന് പറയുന്നത് ഗ്രൂമിംഗ് സെക്ഷൻ തന്നെയാണ്. റാമ്പിൽ കയറുന്നതിനെക്കാട്ടും കുറച്ചും കൂടെ എൻജോയ് ചെയ്യുന്നത് ഗ്രൂമിംഗ് സെക്ഷനിൽ തന്നെയാണ്. കാരണം റാമ്പിൽ കയറുമ്പോൾ ഏറ്റവും കൂടുതൽ ടെൻഷനാണ് എനിക്ക് ഉണ്ടായിട്ടുള്ളത്. ബട്ട് ഗ്രൂമിംഗ് സെക്ഷനിലാണെങ്കിൽ നല്ല എൻജോയ്മെന്റും കാര്യങ്ങളും മാത്രമായിട്ടാണ് ഞാൻ അവിടെ ആക്കിയിട്ടുള്ളത്. കാരണം എനിക്ക് കൂടുതൽ ഇമ്പ്രൂവ് ചെയ്യാനോ എനിക്ക് കൂടുതലായിട്ട് മനസ്സിലാക്കാനും ഓരോ വ്യക്തികളെ ആണെങ്കിൽ പോലും മനസ്സിലാക്കാനും അവിടുന്ന് പറ്റിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ കൂടെ ഉള്ളത് 3 പേരാണെങ്കിലും 3 കാറ്റഗറിയാണ്. ടീനുണ്ട്, അതുപോലെ മിസ്സിസ് ഉണ്ട്, മിസ് ഉണ്ട്. അപ്പോൾ ഈ 3 ആളുകളും ഉള്ളത് കൊണ്ട് തന്നെ അതിൽ തന്നെ 22ഓളം ടൈറ്റിൽ വിൻ ചെയ്ത ടീനാണ് നമ്മളെ കൂടെ ഉള്ളത്, സ്റ്റാർ എന്ന് പറയാൻ പറ്റുന്ന ഒരാൾ. അപ്പോൾ ഈ പുതുതായിട്ട് മോഡലിംഗ് രംഗത്തേക്ക് കടന്നു വരാൻ ആഗ്രഹിക്കുന്ന ആളുകൾ ഉണ്ടാവും, അവരോട് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? നമ്മളെല്ലാം പണ്ട് മുതലേ കേട്ടിട്ടുണ്ടല്ലോ, സ്വപ്നം കാണുക, അതിനെ പിന്തുടരുക എന്നുള്ളത്. ഞാൻ മിസ്സിസാണ്. അതുകൊണ്ട് തന്നെ എല്ലാ മിസ്സിസുകളോടും എനിക്ക് പറയാനുള്ളത്, നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ എല്ലാവർക്കും സ്വപ്നങ്ങളുണ്ടാവും. അതൊന്നും അടക്കി വെക്കേണ്ട ആവശ്യമില്ല. എന്താണോ നമുക്ക് നേടാൻ ആഗ്രഹിക്കുന്നത് അത് നമ്മൾ നേടിയെടുക്കാൻ അതിന് നമുക്ക് ആരെയും പേടിക്കേണ്ട ആവശ്യമില്ല. എല്ലാവരും ഇൻഡിപെൻഡൻ്റ് ആയി ഇരിക്കാൻ നോക്കുക. അങ്ങനെയാണെങ്കിൽ തന്നെ നമുക്ക് എല്ലാവർക്കും നമ്മുടെ ആഗ്രഹങ്ങൾ സാധിക്കാൻ സാധിക്കും. ആരുടെയും ഹെൽപ്പും വേണ്ട, ആരോടും ചോദിക്കേണ്ട, ആരെയും ഉപദ്രവിക്കാത്ത രീതിയിൽ, വീട്ടുകാർക്കാണേലും നാട്ടുകാർക്കാണേലും ഉപദ്രവമില്ലാത്ത രീതിയിൽ നമ്മുടെ ആഗ്രഹങ്ങൾ സാധിക്കുക. അതാണ് എനിക്ക് എല്ലാവരോടും പറയാനുള്ളത്. The biggest pressure the youth is facing today is to believe in themselves. So I believe I would tell them to believe in themselves, because to know that you're unique and that's what makes you beautiful. Stop comparing yourself with others. I think this is what you should understand. ഞാൻ മിസ് കാറ്റഗറിയാണ്. എൻ്റെ ഒപ്പമുള്ളവരോടും എൻ്റെ ചെറുതാണെങ്കിലും വലുതാണെങ്കിലും മിസ്സിസ് കാറ്റഗറി ആണെങ്കിലും ടീനാണെങ്കിലും എനിക്ക് അവരോട് ഒന്നേ പറയാനുള്ളൂ. നമ്മളെ ഫാമിലിയിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നതാണ് ഓർത്തഡോക്സ് ഫാമിലിയിൽ ഒട്ടും ആരെയും പുറത്തേക്ക് വിടാണ്ട് ഫുൾ മൂടി പൊത്തി നടക്കുന്നൊരിത്. പക്ഷെ ഞാൻ അതിലൊക്കെ വ്യത്യാസമാണ്. കാരണം എനിക്ക് 10ാം ക്ലാസ് മുതലേ ഉള്ളൊരു ആഗ്രഹമാണ് മോഡലിങ്ങിന്, ഫാഷൻ ഡിസൈനിങ് ഒക്കെ പഠിക്കണം എന്നുള്ളത്. ബട്ട് എന്നെ അതിനൊന്നും വിട്ടിട്ടുണ്ടായിരുന്നില്ല. 18 വയസ്സായപ്പോ എല്ലാവരും അത് ചെയ്യുമെന്ന് ഞാൻ പറയുന്നില്ല, ബട്ട് എൻ്റെ ഒരു ഞാൻ പറഞ്ഞതാണ്, ഞാൻ വീഡിയോ ഇട്ട് ഇറങ്ങുകയാണ് ചെയ്തത്.
സ്വന്തം കാലിൽ നിന്നിട്ട് നമ്മൾ ഒരു ഇൻഡിപെൻഡന്റ് ആയി എന്ന് നമുക്ക് ഉറപ്പായതിനു ശേഷം നമ്മൾ സ്വന്തം പണിയെടുത്തിട്ട് നമ്മളൊന്ന് സേഫ് ആയതിനു ശേഷം ബാക്കി വരുന്ന നമ്മളെ സേവിങ്സിലുള്ള പൈസ വെച്ചിട്ട് നമ്മൾ മുന്നോട്ട് ഇറങ്ങുകയാണെങ്കിൽ എവിടെയും ആരുടെയും മുന്നിലും പോലും നമുക്ക് തല താഴ്ത്താണ്ട് നിൽക്കാനും പറ്റും, എവിടെയും നമുക്ക് വിൻ ചെയ്യാൻ പറ്റും. നമുക്ക് പറ്റും എന്നുള്ള ഒരു വിശ്വാസം ഉണ്ടെങ്കിൽ നമുക്ക് എവിടെയും മുന്നേറി പോവാനും പറ്റും. കാരണം അത് എന്റെ അനുഭവം കൊണ്ട് പറയുന്നതാണ് എല്ലാരോടും. എല്ലാരും ഇത് എന്റെ തന്നെ പിന്തുടരണം ഞാൻ പറയുന്നില്ല, പക്ഷെ എല്ലാവർക്കും അവരവരുടെ ഇഷ്ടമുണ്ട്. അത് മറ്റുള്ളവരെ മേത്തേക്ക് ഏൽപ്പിക്കാതിരിക്കുക, അടിച്ചേൽപ്പിക്കാതിരിക്കുക. സ്വന്തം ഇഷ്ടങ്ങൾ തീർത്ത് മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടും കൂടെ ഒന്ന് ചിന്തിക്കുക. അവർക്ക് എന്താണ് എന്നുള്ളത് അവരെ മനസ്സും കൂടെ ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ എവിടെയും നമുക്കൊരു വിജയം ഉണ്ടാകും. നമ്മുടെ ഷോയിൽ വന്നപ്പോൾ നിങ്ങളുടെ അനുഭവങ്ങൾ എന്താണ്? അതായത് ഒന്ന് പ്രത്യേകമായിട്ട് എനിക്ക് ചോദിക്കാനുള്ളത്, ഇപ്പൊ പല കുട്ടികളും ഇതിൽ നിന്ന് മാറി നിൽക്കുന്നത് സേഫ്റ്റി പ്രശ്നങ്ങളുണ്ട്. അപ്പൊ അങ്ങനെ നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടോ മറ്റോ നമ്മുടെ ഷോയിൽ പങ്കെടുത്തത് അങ്ങനെ നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടോ? എന്റെ ഫസ്റ്റ് ഷോ എന്ന് പറയുന്നത് തൃശ്ശൂർ ആയിരുന്നു. എനിക്കിതുവരെ അവിടെ നിന്നാണെങ്കിൽ പോലും ഞാൻ ആകെ 2 ഷോയെ ചെയ്തിട്ടുള്ളൂ. അതും രണ്ടും നല്ല ക്വാളിറ്റി ആയിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, രണ്ടും നല്ല ക്വാളിറ്റി പ്രോഗ്രാം ആയിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്കിത് ഫീൽ ചെയ്തിട്ടില്ല. ഞാൻ കേട്ടിട്ടുണ്ട്, പക്ഷെ എനിക്ക് ഇതുവരെ ഒരു ബാഡ് അനുഭവം ഏത് കമ്പനിയുടെ ഷോ ആയിരുന്നു അത്? ഇസ്പാനിയോ, മിസ്സിസ് കേരള ഇസ്പാനിയോ, മിസ്സിസ് തൃശ്ശൂരിന്റെ ടെഡൻസ. ടെഡൻസ ഫിലിംസിൽ ഞാൻ മത്സരിക്കാൻ വന്നപ്പോൾ എനിക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഇറ്റ് വാസ് സേഫ്. ഞങ്ങൾക്ക് റിഫ്രഷ്മെന്റ് ഒക്കെ തന്നു, ക്ലാസ് ഒക്കെ എടുത്തു. ഇത് ഇങ്ങനെ ഷോ ഒന്നും ഞാൻ അങ്ങനെ ഇതുപോലത്തെ ഷോയ്ക്കൊന്നും ഞാൻ അങ്ങനെ അധികം പോയിട്ടില്ല. പക്ഷെ നല്ലൊരു ഷോ ആയിരുന്നു, നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. എനിക്ക് പറഞ്ഞു കഴിഞ്ഞാല് ടെഡൻസയിലേക്ക് ഞാൻ ഫസ്റ്റ് ടൈം പോകുന്നത് തൃശ്ശൂരായിരുന്നു. എനിക്ക് 2 ദിവസം മുമ്പേ സാർ എനിക്ക് ലൊക്കേഷനും കാര്യങ്ങളും അയച്ചു തന്നു. എവിടെയൊക്കെ റൂം ഉണ്ടാകും, കാര്യങ്ങളും എല്ലാം സേഫ് ആയിരിക്കും എന്നുള്ളതിന് ഫുൾ ഡീറ്റെയിൽസും എനിക്ക് അയച്ചു തന്നതിന് ശേഷം മാത്രമാണ് ഞാൻ അങ്ങോട്ട് പോയിട്ടുണ്ടായിരുന്നത്. ബട്ട് എനിക്ക് അവിടെ പോയിട്ട് പറഞ്ഞതിലും കൂടുതൽ സേഫ്റ്റി എനിക്ക് തോന്നിയിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. കാരണം ഞാൻ അവിടെ കംഫോർട്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നല്ല എൻജോയ്മെന്റും കാര്യങ്ങളും എനിക്ക് അവിടെ നിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു. സോ ഹാപ്പിയാണ്. 2 പ്രോഗ്രാമിൽ പോയപ്പോഴും നല്ല ഇത് തന്നെയായിരുന്നു എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഞാൻ ഒരിക്കലും സേഫ്റ്റി ഇല്ലാന്ന് പറയത്തില്ല, അത്രയ്ക്കും സേഫ്റ്റിയും സെക്യൂരിറ്റിയും ആണ് അവിടെ ഉള്ളത്. സാറിന്റെ നെക്സ്റ്റ് ഷോ എന്നത്തേക്കാണ്? നെക്സ്റ്റ് ഷോ വരുന്നത് എൻട്രസ് കേരള എറണാകുളത്ത് വെച്ചിട്ടാണ് നമ്മൾ കണ്ടക്ട് ചെയ്യുന്നത്. അത് നവംബർ ഡിസംബറിലാണ്. മിസ് ആൻഡ് മിസ്സിസ് കാറ്റഗറിയാണ് നമ്മൾ സീസൺ 1 ചെയ്തത്. ഇത്തവണ നമ്മൾ സീനിയർ ട്യൂൺ കാറ്റഗറി അതുപോലെ ടീം കാറ്റഗറി നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതില് കിഡ്സ് കാറ്റഗറി ഇത്തവണ ഇല്ല? കിഡ്സ് ഇല്ല, കിഡ്സ് ഉള്ളത് സീനിയർ ട്യൂൺ മാത്രമേ വരുന്നത്. ഇതിൽ പെജന്റ് ഷോ മാത്രമാണോ വരുന്നത്, അതോ ഡിസൈൻ ഷോ അങ്ങനെ വല്ലതും വരുന്നുണ്ടോ? പാജന്റ് ആണ് മെയിനായിട്ട് നമ്മൾ ഫോക്കസ് ചെയ്യുന്നതാണ്. നമ്മൾ ഫില്ലേഴ്സ് ആയിട്ട് ഡിസൈൻ ഷോക്കേസും ഇറക്കുന്നുണ്ട്. ഇതിന്റെ ഡേറ്റും കാര്യങ്ങളൊക്കെ എന്താണ് വരുന്നത്? അപ്പോൾ ഇത് നവംബർ ഡിസംബറിലാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. നിങ്ങൾ ഏറ്റവും അധികം സപ്പോർട്ട് ചെയ്യുന്ന ആരാണ് ഈ ഫീൽഡിലേക്ക് വരാനായിട്ട്? എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എന്റെ കുടുംബം തന്നെയാണ്. എന്നെ സപ്പോർട്ട് തന്നെ എന്റെ ഫ്രണ്ട്സും ഫാമിലിയും എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യും. നല്ല സപ്പോർട്ടാണ് എല്ലാവരും. എനിക്ക് കൂടുതൽ പറയാൻ ഒന്ന് വിഷ്ണു സാറാണ് ഫസ്റ്റ് സപ്പോർട്ട് ചെയ്ത ആള്. രണ്ടാമത് എന്ന് പറയുന്നത് എന്റെ ഫ്രണ്ട്സ് ആണ്. കൂടുതലായിട്ട് എന്റെ ഫ്രണ്ട്സ് തന്നെയാണ് എന്നെ സപ്പോർട്ട് ചെയ്യുന്നത്. നിനക്കത് പറ്റും എന്ന് പറഞ്ഞിട്ട് എന്നെ മുന്നോട്ട് വിടുന്നതും, നിനക്ക് പ്രോഗ്രാമിലേക്ക് പോയിട്ടോ അല്ലെങ്കിൽ നമ്മൾ അങ്ങോട്ട് വരാം എന്ന് പറഞ്ഞ് നമ്മളെ കൂടെ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് നമ്മളെ വിടുന്നത്. തോറ്റിട്ട് വന്നാലും കുഴപ്പമില്ലടി, ചെലവ് ചെയ്താൽ മതി, അത്ര പറയുന്ന ഫ്രണ്ട്സ് നമ്മളെ കൂടുതലുള്ളൂ. അവര് സപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ട് ഇന്നിങ്ങനെ ഹാപ്പി ആയിട്ട് സന്തോഷത്തോടെ നിൽക്കുന്നു. അപ്പോൾ എല്ലാവരും നമ്മോടൊപ്പം വളരെ നന്നായിട്ട് ഈ ഇതിൽ പങ്കെടുത്തു, സംസാരിച്ചു. ഈ പുതിയ ഈ ഫാഷൻ മേഖലയിലേക്ക് കടന്നു വരുന്ന ആളുകൾക്കൊക്കെ നല്ല ഒരു അനുഭവം, നിങ്ങളുടെ അനുഭവം അവർക്ക് മാതൃകയാക്കാവുന്ന അനുഭവമായിരുന്നു. എന്തായാലും നിങ്ങളൊക്കെ ഇനി അടുത്ത് തന്നെ നമ്മളെ മിനി സ്ക്രീനിലും അതുപോലെ തന്നെ ബിഗ് സ്ക്രീനിലും ഒക്കെ അറിയപ്പെടുന്ന താരങ്ങളായി മാറട്ടെ. അതുപോലെ ഈ ഫാഷൻ മേഖലയിൽ നിങ്ങൾക്ക് ഒരുപാട് അവസരങ്ങളും ഒരുപാട് വിജയങ്ങളും ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുകയാണ്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.